ഒരുപാട് വിമർശനങ്ങൾ വന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് മുതൽ മന്ത്രി നല്ല അഭിനേത്രിയാണ്, മോണോ ആക്ടിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ അഭിനയമാണ് എന്നൊക്കെ പ്രതിപക്ഷത്തു നിന്നും അല്ലാതെയൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. അതേക്കുറിച്ചുള്ള പ്രതികരണം എന്താ? വാസ്തവത്തിൽ ഇത് അന്ന് കണ്ണൂരില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ്. നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണല്ലോ. അപ്പോൾ ആ പ്രോജക്റ്റ് കേരളം എക്കാലത്തും ഓർത്തു വെക്കാവുന്ന ഒരു പ്രോജക്റ്റാണ്. നമ്മളൊരു ഗവേഷണ കേന്ദ്രം. കാരണം കേരളത്തിന്റെ ആയുർവേദ രംഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇത്രയും പേരുകേട്ടൊരു സംവിധാനത്തിൽ അത്ര കണ്ട ആളുകൾ ഇവിടേക്ക് വരികയോ അല്ലെങ്കിൽ അതിനൊരു ഗവേഷണം മുന്നോട്ട് പോവുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഇല്ല. അപ്പം അങ്ങനെയാണ് നമ്മളൊരു ഗ്ലോബൽ ഹബ് എന്നുള്ള നിലയിൽ. അപ്പം അതുണ്ടായിരുന്നു. പിന്നെ പെരിങ്ങോം മലയോര മേഖലയാണല്ലോ കണ്ണൂരിന്റെ. പഴയ ഓടിട്ട കെട്ടിടമൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചു. അതിൻ്റെ ഉദ്ഘാടനത്തിന് പുഴാതിയിൽ. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. കാരണം എനിക്ക് ഇടയ്ക്കൊരു 4 സമയത്ത് കരിങ്കൊടി പ്രകടനം ഉണ്ടായിരുന്നു. അതായത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിന് വരുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. രാവിലെ മുതൽ അപ്പൊ തലശ്ശേരിയിൽ നിന്ന് ഞാൻ രാവിലെ മട്ടന്നൂരിലേക്ക് പോകുമ്പോൾ തന്നെ കരിങ്കൊടി പ്രയോഗമുണ്ട്. അത് റോഡ് സൈഡിൽ നിന്ന് അവർ കാണിക്കട്ടെ. അത് അവരുടെ ജനാധിപത്യത്തിൽ അവരുടെ അവരുടെ റൈറ്റ് ആണ്. അത് അവർക്ക് കാണിക്കാമല്ലോ. അപ്പോൾ അതിനുശേഷം ഇരിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും അവിടെ ഇതേപോലെ തന്നെ ഒരു ഘട്ടത്തിൽ നിന്നപ്പോൾ ഗ്ലാസ്സിൽ വന്ന് അടിച്ചിട്ട് ഞാൻ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തെ ഗ്ലാസ്സിൽ തന്നെ വന്ന് അടിച്ചിട്ടാണ് പോലീസിന്റെ കൈകളിലൂടെ മുന്നോട്ട് വന്ന് അവിടെ അങ്ങനെ പ്രതിഷേധിച്ചു. അതിനുശേഷം പിന്നീട് കണ്ണൂരിൽ എത്തിയപ്പോൾ, ടൗണിലെത്തിയപ്പോൾ, പുഴാതിയിലേതും കഴിഞ്ഞ് കണ്ണൂരിലെത്തിയപ്പോൾ നമ്മുടെ അവിടെ ഒരു ചെറിയൊരു ട്രാഫിക് ജാം ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. അവിടെ വന്നപ്പോൾ ഒരു 10-12 ആളുകൾ ഒന്നിച്ച് വന്നിട്ട് വണ്ടി കണ്ടുപോകാൻ പോലീസ് സ്റ്റേഷന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ വന്ന് വണ്ടി തടയുകയും അതോടൊപ്പം എൻ്റെ ഫ്ലാഗ് പോസ്റ്റ് ഓടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ പിന്നീട് ഒരു 5 മിനിറ്റ് ഉള്ളു ഗസ്റ്റ് ഹൗസിൽ. കാരണം രാവിലെ ട്രെയിനിൽ വന്നു, പിന്നെ പരിപാടികൾക്ക് പോയി, പിന്നെ ഒരു 5 മിനിറ്റ് ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ നമ്മളവിടെ കാണുന്നത് കുറച്ച് ഒരു ഫോണിൽ 3-4 പേര് ഇത് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ലോക്കൽ ചാനലാണെന്ന് തോന്നുന്നു, ഒരു ചാനലും അവിടെ ഒരു ക്യാമറയും കാണുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട്, ഇവിടെ ഇതുണ്ടല്ലോ, അപ്പോൾ ഇവിടെ എവിടെയോ പ്രതിഷേധക്കാരുണ്ട്, പ്രൊട്ടസ്റ്റ് ഉണ്ടല്ലോ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യണം, എന്തായാലും നമുക്കൊന്ന്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കയറി ആദ്യത്തെ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ കൊടുക്കുന്ന ഇടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആണ് ഒളിഞ്ഞിരുന്നിട്ടാണ് ഇവർ മുന്നിലേക്ക് ചാടി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇരയൊക്കെ കാണുമ്പോൾ ഒരു പുലി പതുങ്ങിയിരുന്നിട്ട് ആക്രമണം നടത്തുന്നത് പോലെയാണ്. പിന്നീട് ഞാൻ ഇന്നലെ അതിൻ്റെ ഇത് കണ്ടു. അതായത് എത്തി നോക്കുന്നു, വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. അതിനുശേഷം അതുപോലെയാണ് ചാടി വീഴുന്നത്. ചാടി വീഴുമ്പോൾ വാസ്തവത്തിൽ ഈ പോലീസിന്റെ വലയത്തിനുള്ളിലേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. നമുക്കത് അടുത്ത് വന്നിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. എൻ്റെ അടുത്തൊരു വനിതാ പോലീസും. അപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ആദ്യം മുതൽ കാണുമ്പം 2 പേര് നോക്കുന്നുണ്ട്, ഫോണിൽ എടുക്കുന്നുണ്ട്. മിനിസ്റ്റർ ആ ടിക്കറ്റ് കൗണ്ടറിന്റെ ആ ഭാഗത്തേക്ക് എത്തുന്നു, 2 പേര് അവിടെ കുതിച്ചു വരുന്നു. അപ്പോൾ പോലീസ് ഒരു വലയം തീർക്കുന്നു. ഇത്രയാണ് ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ളത്. അതെ അതെ. അതിനുശേഷം അപ്പൊ ആദ്യം ഒരാൾ വന്നു കരിങ്കുടിയുമായിട്ട്. ആ കരിങ്കുടിയുമായിട്ട് വന്ന ആളിലേക്ക് പോലീസിന്റെ ശ്രദ്ധ സ്വാഭാവികമായിട്ട് പോയി. കാരണം കരിങ്കൊടിയുമായിട്ട് വന്നാണല്ലോ. അപ്പോൾ ഇവർക്ക് കരിങ്കൊടി കാണിക്കാനാണെങ്കിൽ അവിടെ നിന്ന് കാണിക്കാമല്ലോ. ഇതങ്ങനെയല്ലല്ലോ, ഇതൊരു കുതിച്ചെത്തുകയാണ്. അപ്പം അതിൽ നമ്മൾ കാണേണ്ടത് ഒരു ജനപ്രതിനിധി, അല്ലെങ്കിൽ MLA, മന്ത്രി, ഒരു സ്ത്രീയും കൂടെയാണല്ലോ. പക്ഷേ ഇവർ നേരെ ഇതിലേക്ക് കുതിച്ച് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇന്റൻഷൻ വളരെ ക്ലിയർ ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് അപ്പോൾ ഈ പോലീസിന്റെ ശ്രദ്ധ ഈ ആദ്യത്തെ ആളിലേക്ക് പോയി. അപ്പം രണ്ടാമത്തെ ആള് ഇതിനുള്ളിലൂടെ, ഈ സുരക്ഷാ വലയത്തിനുള്ളിലൂടെ അകത്തേക്ക്
എത്തിയിട്ടുണ്ട്, എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നത് ഇതൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ക്യാമറകളാണല്ലോ, അല്ല ഇവർക്ക് വേണ്ടി എടുക്കാൻ വന്നിട്ടുള്ള ഫോണുകളും ക്യാമറകളും ഒക്കെ ആണല്ലോ അവിടെ നിന്ന ആളുകൾ, അതായത് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നവർ. അപ്പൊ അവരുടെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും അതിലും ഇത് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ആൾ അകത്തേക്ക് വന്ന് എന്റെയും ആ വനിതാ പോലീസുകാരുടെയും അടുത്തേക്ക്, വനിതാ പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് വരുന്നത് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ രണ്ടുപേരും അങ്ങോട്ട് കുതിച്ചെത്തുന്നുണ്ട്, പോലീസ് വലയം ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണുന്നത് മന്ത്രി വളരെ പ്രകോപിതയായി ഈ സമരക്കാരോട് അങ്ങോട്ട് അഗ്രസീവായി നിൽക്കുന്നത്. അത് ട്രിഗർ ചെയ്തത്, അതിന് പ്രകോപനമായി എന്താണ്? പോലീസിന് തന്നെ മന്ത്രിയെ നിയന്ത്രിക്കേണ്ടി വന്നു. അതല്ല, എന്റെ ശരീരം വന്നു, അതിനോടുള്ള പ്രതികരണം. അതായത് എന്റെ ശരീരം എങ്ങനെയാണ്, അപ്പൊ ഒന്ന് എന്റെ ശരീരം വേദനിച്ചു ആ സമയത്ത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് നടന്നപ്പോ ഞാൻ വിഷ്വൽസിൽ ഞാൻ ഇന്നലെ കണ്ടു, നടന്നു പോകുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടാണ് നടന്നു പോകുന്നത്. ഇവരുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ഇവിടെ വരവോ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ക്യാമറകളൊന്നും കാണില്ല. ഇത് വളരെ പ്ലാൻഡ് ആണല്ലോ, എപ്പോഴും നമ്മൾ അങ്ങനെയാ കാണുന്നത്. അപ്പൊ പ്ലാൻഡ് ആയിട്ടുള്ളൊരു അറ്റാക്കാണ് എപ്പോഴും സംഭവിക്കുന്നത്. അപ്പൊ ഞാനിത് പറഞ്ഞത് വളരെ ആസൂത്രിതമായി ഇവരിവിടെ എവിടെയോ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവരോട് ഞാൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പോലീസിന്റെ ചുറ്റും ഉണ്ട്. അപ്പോഴാണ് ഒരാൾ ആദ്യം ഓടി വരുന്നു. ഓടി വന്നിട്ട് രണ്ടാമത്തെ ആള് ആണ് ഇതിനകത്തേക്ക് വരുന്നത്. ആ വിഷ്വലും ഉണ്ട് അതിൽ ഈ പ്രചരിക്കുന്ന വിഷ്വൽസിൽ ആ വിഷ്വൽസും ഉണ്ട്. അപ്പോ അടുത്തേക്ക് വന്നിട്ട് അയാളാണ്, അവിടെ ഒരു പിടിവലി ഉണ്ടാകുന്നുണ്ട്. വനിതാ പോലീസ് ഓഫീസറുണ്ട്, വനിതാ പോലീസ് ഓഫീസറും ഉണ്ട്, ഞാനും ഉണ്ട്. ഇയാളുടെ അപ്പോ ആ സമയത്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എന്റെ ദേഹം നൊന്തിട്ടുണ്ട്.